അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്യാരക്ടർ ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഖ്ലാഖ് സീരീസിലെ 26ാമത്തെ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. മനോഹരമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ പെരുമാറ്റങ്ങൾ പഠിക്കാനുള്ളതാണ് നമ്മൾ ഇതിലൂടെ നമ്മുടെ ലക്ഷ്യം വെക്കുന്ന കാര്യം. നമ്മളത് ജീവിതത്തിൽ പ്രായോഗികമാക്കുക, നടപ്പിലാക്കുക കഴിയുന്നതും രീതിയിൽ. അതാണ് നമ്മുടെ വിഷയം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ വ്യത്യസ്തങ്ങളെ ആദരിക്കുക, റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റി. പ്രോഫറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ്, കൾച്ചർ, കളർ, ലാംഗ്വേജ് ഉള്ളവരെ ഒരേ ബഹുമാനത്തോടും കരുണയോടും കാണിച്ച ഏറ്റവും വലിയ മാതൃകയാണ്. എന്ന് പറഞ്ഞാൽ റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റി, വ്യത്യസ്തങ്ങളെ ആദരിക്കുക എന്നുള്ളൊരു സംഭവം. ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് വിവിധത്വം ദോഷമല്ല, അത് അള്ളാഹുവിൻ്റെ ഒരു മഹത്തായ അടയാളമാണ്. ഖുറാനിൽ എനിക്ക് പറയണത് ഇത് ശരിയാണെന്ന്, കറക്റ്റ് ഇതാണെന്ന് എനിക്കറിയില്ല. നമ്മളെ മനുഷ്യരെ പല ഗോത്രങ്ങളും പല വിഭാഗങ്ങളും പല രൂപത്തിലും ഭാവത്തിലും സൃഷ്ടിച്ച എന്നുള്ളൊരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അതും ഇവിടെ ഡിഫറെൻറ്റ് ഡൈവേഴ്സിറ്റിയാണ് അതൊരു എൻ്റെ ഒരു വിശ്വാസത്തിൽ. അതേപോലെ ഞങ്ങൾ നിങ്ങളെ ജാതികളാക്കിയും ഗോത്രങ്ങളാക്കിയും സൃഷ്ടിച്ചത് ഒന്നോരോ പരസ്പരം പരിചയപ്പെടാനാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റവും മഹത്തായത് അവനിൽ ഏറ്റവും ഭക്തിയുള്ളവനാണ്. അതേപോലെ പ്രോഫറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം നോക്കാം. ഒരു അറബ് ഒരു അനർബിയേക്കാളും ഉന്നതനല്ല. ഒരു വെളുത്ത വർഗ്ഗക്കാരൻ ഒരു കറുത്ത വർഗ്ഗക്കാരനേക്കാളും ഉന്നതനല്ല. ഉയർന്നത് എന്തിലൂടെ? തഖ്വയിലൂടെയും അവൻ്റെ മനസ്സിൻ്റെ ഇതുകൊണ്ട് മാത്രമാണ് അവൻ ഉയർന്നു നിൽക്കുന്നത്. അല്ലാതെ അവൻ്റെ വീട്ടു പാരമ്പര്യം കൊണ്ടോ അതോ അവൻ്റെ നിറം കൊണ്ടോ അല്ല, അവൻ്റെ സമ്പത്ത് കൊണ്ടോ അല്ല അവൻ ഉയർന്നു നിൽക്കുന്നത്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നത് അവൻ്റെ തഖ്വയും ഈമാനും അവൻ്റെ ഇഹ്സാനും ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. ദിസ് ഈസ് ദ കോർ ഓഫ് ഇസ്ലാമിക് ഇക്വാളിറ്റി. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉയർത്തിയത്, കറുത്ത നീഗ്രോ അടിമയായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പരിഗണിച്ച രീതി ഇസ്ലാമിൽ അത്രമേൽ വലിയ പ്രാധാന്യം നമുക്ക് ഇന്നത്തെ സമൂഹത്തിൽ നമുക്കെന്താ പറയുക, അത്രമേൽ ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഇതാണ്. പ്രൊഫറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മുഅദ്ദിനാക്കി ഇസ്ലാമിലെ ഹിസ്റ്ററിയിലെ ഏറ്റവും ഉയർന്ന ബഹുമതികളിൽ ഒന്നായി ബിലാൽ റളിയല്ലാഹു അൻഹു. അതേപോലെ ഷുഹൈബ്, സൽമാൻ എന്നിവരുടെ ഡൈവേഴ്സിറ്റി. ഒരാൾ റോമനും ഒരാൾ പേർഷ്യനുമാണ്. ബട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സർക്കിളിൽ എല്ലാവരും ഈക്വലാണ്. ഹി സെഡ് സൽമാൻ ഈസ് ഫ്രം അസ് ദ അഹ്ലു ബൈത്ത്. അതാണ് പറഞ്ഞത്. അതേപോലെ ഔട്ട്സൈഡർ ഫീൽ വെൽക്കംസ്. അറേബ്യൻ പെനിൻസുലയിലുള്ള ട്രൈബ്, ആഫ്രിക്കൻ, പേർഷ്യൻ, അബസീനിയ, ജൂയിസ് എല്ലാവരും പ്രോഫറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഡിഗ്നിറ്റിയോടെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കൾച്ചറൽ അറഗൻസ്, ഡിസ്മേറ്റലി, ട്രിബ്യൂട്ട്, സുപ്പീരിറ്റി, റാഷിസം, ലാംഗ്വേജ് സുപ്പീരിറ്റി എല്ലാം പ്രോഫറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എറിഞ്ഞ സംഭവമാണ് ആ സൊസൈറ്റിയിൽ നിന്ന്. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളിത് നടപ്പാക്കേണ്ട കാര്യത്തിലൊന്നാണ് ഡിഫറെൻറ്റ് പീപ്പിൾ ഈക്വൽ ഡിഗ്നിറ്റി. സ്കിൻ കളർ, അതേപോലെ ലാംഗ്വേജ്, കൾച്ചർ, എക്കണോമി, അപ്പിയറൻസ്, സ്കില്ല് ഒന്നിനും സുപ്പീരിറ്റി ഇല്ല. അവോയ്ഡ് ജഡ്ജിങ്. ഡോണ്ട് ജഡ്ജ് ദ ബുക്ക് ഓഫ് കവർ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. ബുക്കിൻ്റെ കവർ നോക്കി ജഡ്ജ് ചെയ്യുന്ന പറയുന്നത് ശരിയായ കാര്യമാണ്. അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അത് അവോയ്ഡ് ചെയ്യുക. അതേപോലെ ക്ലോത്ത് നോക്കിയിട്ട്, ജോബ് നോക്കിയിട്ട്, ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട്, ജഡ്ജ്മെൻറ്റ്, സ്കിൽ, ഹ്യൂമാനിറ്റി ഇതൊക്കെ നോക്കിയിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. അതേപോലെ സ്പീക്ക് റെസ്പെക്റ്റീവ്ലി ടു എവരി വൺ. എല്ലാവരോടും റെസ്പെക്റ്റ്ഫുള്ളി ആയിട്ട് സംസാരിക്കുക. അത് നമ്മുടെ ജോലിക്കാരായിക്കോട്ടെ, ഡ്രൈവർ ആയിക്കോട്ടെ, ക്ലീനർ ആയിക്കോട്ടെ, വെയിറ്റർ ആയിക്കോട്ടെ, ഷോപ്പ് വർക്കർ ആയിക്കോട്ടെ, എവരി വൺ ഡിസർവ് എ കൈൻഡ്നെസ് ആൻഡ് റെസ്പെക്റ്റ്. അതേപോലെ ലേൺ ടു ലിസൺ.
പീപ്പിൾ ഫ്രം എ ഡിഫറെൻറ്റ് കൾച്ചർ ന്യൂ വിസ്ഡം. അത് നമ്മുടെ ഇതാണ്. പീപ്പിളിൽ എല്ലാവരും പല കൾച്ചറിലും പല മെൻറ്റാലിറ്റിയിലും പല രീതിയിലും ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. പല ലാംഗ്വേജിലും പല കളറിലും പല രീതിയിൽ പല വിഭാഗീയത അതിലുണ്ടെന്ന് നമ്മൾ ഓൾറെഡി അറിയാലോ. അപ്പോൾ അവരെല്ലാവരും കേൾക്കാനും അവർക്കൊരു റെസ്പെക്റ്റ് കൊടുക്കാനും നമ്മൾ പഠിക്കണം. അതേപോലെ ഓൺലൈൻ ഡൈവേഴ്സിറ്റി റെസ്പെക്റ്റ്, നോ മോക്കിംഗ് ആൻഡ് സ്കിൻ ടോൺസ് ട്രഡീഷൻ. എന്ന് പറഞ്ഞാൽ ആരെയും അവരുടെ ബോഡി ഷെയ്മിങ് കാര്യങ്ങളും ഇതൊന്നും സംഭവമൊന്നും നമ്മൾ ഓൺലൈനിൽ ചെയ്യാൻ ഓൺലൈനിലല്ല, പൊതുവെ ഒരു സ്ഥലത്തും നമ്മുടെ സൊസൈറ്റിയിലും നമ്മളെ പബ്ലിക്കിലും ഒരാളെ മോക്ക് ചെയ്യലും അതേപോലെ അയാളെ കളിയാക്കുന്നതും അയാളുടെ ബോഡി ഷെയ്ം ചെയ്യുന്നതും അയാളുടെ കളറ് കണ്ടിട്ട് കളിയാക്കുന്നതും അയാൾക്കുള്ള എന്തെങ്കിലും ബോഡിയിലുള്ള എന്തെങ്കിലും ന്യൂനത കണ്ട് കളിയാക്കുന്നതും അതൊക്കെ പിന്നെ അവരെ പാരമ്പര്യം കണ്ടിട്ട് കളിയാക്കുന്നതും പൊതുവേ സമൂഹത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, കളിയാക്കണ സംഭവം. അത് അനുവദനീയമല്ല ആ സംഭവം. അതേപോലെ പ്രൊമോട്ട് യൂണിറ്റി. പ്രൊഫറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സെഡ് ബിലീവേഴ്സ് ആർ ലൈക്ക് വൺ ബോഡി. വിശ്വാസികൾ എല്ലാവരും ഒരു ശരീരം പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ച. പ്രൊഫറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചത് മനുഷ്യരുടെ വില അവരുടെ ഹൃദയത്തിലും പ്രവർത്തികളിലുമാണ്, അല്ലാതെ അവരുടെ പ്രകടമായ വസ്തുക്കൾ കൊണ്ടല്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ ലാംഗ്വേജോ അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിങ്ങോ അല്ലെങ്കിൽ അവരുടെ സമ്പത്തോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി മഹിമ കൊണ്ടല്ല ഒരാളെ. അവരുടെ മനുഷ്യരുടെ വില നമ്മൾ നിശ്ചയിക്കേണ്ട അവരുടെ ഹൃദയത്തിലും അവരുടെ പ്രവൃത്തികളിലൂടെയുമാണ്. അതേപോലെ റേഷിസം നമുക്ക് പാടില്ല ചെയ്യാൻ. ഇസ്ലാം കർശനമായി വിലക്കിയ സംഭവമാണ്. അതേപോലെ ട്രൈബലിസം ഇല്ല, അതേപോലെ കളർ ഷെയ്മിങ് ഇല്ല, കൾച്ചറൽ അർഗൻസ് ഇല്ല, അതേപോലെ എല്ലാ കാര്യത്തിലും ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റി, ഇക്വാളിറ്റി, ഡിഗ്നിറ്റി കീപ്പ് ചെയ്യണ ഒരു ഇതാണ്. അപ്പോൾ അതിൽ നമുക്ക് പഠിക്കേണ്ട കാര്യം അത്രയുമാണ്. അപ്പോൾ ഇതിൽ കുറച്ച് തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സഹോദരനെ പോലെ തെറ്റുകുറ്റങ്ങൾ തിരുത്തി തരിക. ഇത്ര നേരം എൻ്റെ വാക്കുകൾ ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ജസാക്കല്ലാഹ് ഖൈർ. ഇൻഷാ അല്ലാഹ് നമ്മളെ വ്യത്യസ്തങ്ങളെ ആദരിക്കാൻ, അതിനെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുന്ന ഉത്തമരായ അടിമയിൽ അള്ളാഹു താലയുടെ അടിമകളിൽ അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മൂല്യങ്ങൾ നമ്മൾ പഠിക്കുകയും അത് പകർത്തുകയും ചെയ്യുന്ന മുത്തഖീങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകൾ മുറുകെ പിടിക്കുന്ന മുത്തഖീങ്ങൾ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ദുആ വസിയത്തോടെ വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കുക, തിരുത്തി തരേണ്ടത് സഹോദരനെ തെറ്റുപറ്റിയ പോലെ നിങ്ങൾ തിരുത്തി തരിക. ഇൻഷാ അല്ലാഹ് നാളെ നല്ലൊരു ടോപ്പിക്കായിട്ട് വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.